എന്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു. നിന്റെ അടുത്തുനിന്ന് ഞാനിത് എന്തായാലും എക്സ്പെക്ട് ചെയ്തില്ല. നല്ല ഹെയർ കട്ട്, ബട്ട് നിനക്കിത് അത്ര ചേരുന്നില്ല. ഈ ഫോട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട്, കണ്ടാൽ നീയാണെന്ന് തോന്നേയില്ല. നിനക്ക് ഇത്രയും നല്ല ജോലിയൊക്കെ കിട്ടിയോ? എങ്ങനെ ഒപ്പിച്ചെടുത്തു? ദൂരെ നോക്കിയാ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ when someone says something about you and you are not sure അതൊരു കോംപ്ലിമെന്റ് ആണോ അതോ ഇൻസൾട്ട് ആണോ. ചില കോംപ്ലിമെന്റ്സ് കേൾക്കുമ്പോൾ ഇങ്ങനൊരു കൺഫ്യൂഷൻ ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്കതൊരു കോംപ്ലിമെന്റ് ആയിട്ട് തോന്നുമെങ്കിലും ഒന്നുകൂടൊന്ന് ഇരുത്തി ആലോചിച്ചാൽ ആ പറഞ്ഞതിലൊരു ഇൻസൾട്ട് ഇല്ലേ എന്ന് തോന്നിപ്പോവും. ഇതിനെയാണ് ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. A backhanded compliment is any comment that blurs the line between an insult and a compliment. ഇതിനെ നെഗ്ഗിംഗ് എന്നും ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്നും സ്റ്റെൽത്ത് ഇൻസൾട്ട് എന്നും ഒക്കെ പറയാറുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിമെന്റ്സ് കേട്ട് നിൽക്കുന്ന ആളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് എ മാനിപ്പുലേറ്റീവ് ടൂൾ ടു കൺട്രോൾ പീപ്പിൾ ഓർ അണ്ടർമൈൻ ദെയർ സെൽഫ് എസ്റ്റീം. ഒരാളുടെ സെൽഫ് കോൺഫിഡൻസിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള പോയ്സണസ് കമൻസ് പറയുന്ന ആളുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ സംസാരിക്കുന്നത് ഒരുപക്ഷെ അവരുടെ ഏതെങ്കിലും അൺറിസോൾവ്ഡ് ട്രോമ കൊണ്ടോ, സപ്രസ്ഡ് ഇമോഷൻസ് കൊണ്ടോ, ബാഡ് ലൈഫ് എക്സ്പീരിയൻസസ് കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് കൊണ്ടോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പറയുന്നത് വളരെ മോശമായി തന്നെ അഫക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ് കേൾക്കുമ്പോൾ ഇത് ആക്ച്വലി പറയുന്ന ആളുടെ ബിഹേവിയറൽ അല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂവിൽ നിന്നുണ്ടാവുന്നതാണ്. ഇത് കേട്ട് അവനവനെ തന്നെ കൺഫ്യൂസ്ഡ് ആക്കി ഒരു ട്രോമയിലേക്ക് പോവേണ്ടതില്ല എന്ന് ഇത് കേൾക്കുന്ന ഒരാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് വേണ്ടത്. ആൻഡ് ദാറ്റ് ഇസ് ദ പവർ ഓഫ് അവയർനെസ്. അവയർനെസ് കൊണ്ട് നമുക്ക് ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ്സിനെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാം. ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഒരു നീഡഡ് റെസ്പോൺസ് കറക്റ്റ് ആയിട്ട് കൊടുത്ത് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കോംപ്ലിമെന്റ്സ് ഇഗ്നോർ ചെയ്തുകൊണ്ടും ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഈ ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും മറ്റൊരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഇന്റൻഷനലി കോൺഷ്യസ്ലി പറയുന്ന കാര്യങ്ങളായിരിക്കാം. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഡോണ്ട് ലെറ്റ് അതേഴ്സ് പുഷ് യുവർ ബട്ടൺ. അത് ഇഗ്നോർ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വേറൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇങ്ങനൊരു കോംപ്ലിമെന്റ് കിട്ടുമ്പോൾ അതിലെ പോസിറ്റീവ് സൈഡ് എടുത്ത് ഒരു താങ്ക് യു പറഞ്ഞ് ഒഴിവാക്കാം. ബിക്കോസ് നിങ്ങൾക്കറിയാം ഇത് പറയുന്ന ആളുടെ മാത്രം പ്രശ്നമാണെന്ന്. നമ്മുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ജെന്യുവൻലി ഒരു റെസ്പോൺസ് കൊടുക്കുന്നതും ഒരു നല്ല റിയാക്ഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഇത്തരത്തിലുള്ള കോംപ്ലിമെന്റ്സ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി കേൾക്കുമ്പോൾ ഹേർട്ട് ആവുകയും ആ ഫീലിങ്സ് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ബി അവെയർ അബൌട്ട് ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ്സ്. വേറൊരാൾക്ക് ഒരു കോംപ്ലിമെന്റ് കൊടുക്കുമ്പോഴോ മറ്റൊരാളിൽ നിന്ന് ഒരു കോംപ്ലിമെന്റ് റിസീവ് ചെയ്യുമ്പോഴോ മേക്ക് ഷുവർ ദാറ്റ് അതൊരു ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ് അല്ല. ഇനി ഒരു ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ് ആണ് കേൾക്കുന്നതെങ്കിൽ അതിനെ എഫക്റ്റീവ്ലി ഹാൻഡിൽ ചെയ്യുക.